പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ച് മൗനം തുടർന്ന രാഹുൽ ഗാന്ധി സിഎഎ റദ്ദാക്കുമെന്ന് പറയാൻ കോഴിക്കോട് റാലിയിലും രാഹുൽ തയ്യാറായില്ല. വേദിയിൽ നിന്ന് ലഭിച്ച കുറിപ്പിന് പിന്നാലെ പൗരത്വത്തിന് മതത്തിന്റെ വേർതിരിവുണ്ടാവില്ലെന്ന് മാത്രമായിരുന്നു പരാമർശം. കോഴിക്കോട് റാലിയിലും കോൺഗ്രസ് മുസ്ലിം ലീഗ് കൊടികൾ പൂർണ്ണമായും ഒഴിവാക്കി. കേരളത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയായിരുന്നു കോഴിക്കോട് കടപ്പുറത്തേത്. കേരളത്തെ പുകഴ്ത്തിയും നരേന്ദ്രമോദിയെ വിമർശിച്ചുമായിരുന്നു ഉദ്ഘാടന പ്രസംഗം. ഇലക്ട്രൽ ബോണ്ട് രാജ്യം കണ്ട തീവെട്ടിക്കൊള്ളയാണെന്ന് രാഹുൽ പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ട് വഴി BJP വൻതുക സ്വന്തമാക്കി. BJPക്ക് ബോണ്ട് നൽകിയവർക്ക് വലിയ കരാറുകൾ ലഭിച്ചതും രാഹുൽ വിശദീകരിച്ചു. എന്നാൽ കോൺഗ്രസിന് ലഭിച്ച ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് രാഹുൽ മൗനം പാലിച്ചു. കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ചും രാഹുൽ വാചാലനായി. എന്നാൽ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ച് വിശദീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. 3/4 മണിക്കൂർ നീണ്ട പ്രസംഗം അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ വേദിയിൽ നിന്ന് ലഭിച്ച കുറിപ്പിനെ തുടർന്ന് പൗരത്വത്തെക്കുറിച്ച് രാഹുൽ ഇങ്ങനെ മാത്രം പറഞ്ഞു. We will never decide citizenship on the basis of caste, religion or language. We will decide citizenship based on the idea of India, nothing less. CAA വിഷയത്തിൽ കോൺഗ്രസ് നിലപാടിൽ പ്രതിസന്ധിയിലായ മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളടക്കമുള്ള ലീഗ് നേതാക്കളും മലപ്പുറം പൊന്നാനി സ്ഥാനാർത്ഥികളും കോഴിക്കോട്ടെ വേദിയിൽ ഉണ്ടായിരുന്നു. വയനാട് മണ്ഡലത്തിൽ നടന്ന റോഡ് ഷോയ്ക്ക് പിന്നാലെ കൊടികൾ പൂർണ്ണമായും ഉപേക്ഷിച്ചാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത UDFന്റെ കോഴിക്കോട് റാലിയും നടന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.